എല്ലാവർക്കും ചിങ്കൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തമിഴ്നാട് ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള തമിഴ്നാട്ടുകാരുടെ ചെട്ടിനാട് ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാട്ടോ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്തിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നീര് എടുത്തിട്ടാണ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ തൈരാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവും പീസുകൾ. ചിലപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കനൊന്നും അധികം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിന് ഒരു മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഉരുളിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ കശ്കശ് എന്ന് പറയില്ലേ, പോപ്പി സീഡ് എന്നാണ് ഇതിനെ പറയുക, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ടീസ്പൂൺ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ മല്ലിയാണ്, അതൊരു 2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഇപ്പോൾ ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു 1/2 ടീസ്പൂണും പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക്. അപ്പോൾ ഇതിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് നാളികേരം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നാളികേരമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതിനൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി, അതായത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ഒന്ന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ നല്ല എരിവുള്ള മുളകാണ് നേരത്തെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ ഒരു കഷ്ണം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ള, വളരെ ഇതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് അതിലൊന്ന് ഇത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നാളികേരം ഇതൊക്കെ വറവൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതേ ഒരു പരുവത്തിൽ നമ്മൾ വളരെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാള, അപ്പം മീഡിയം സൈസ് ആയിട്ടുള്ള 2 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് നല്ല രീതിയിൽ വഴണ്ടി വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സവാളയൊക്കെ വഴറ്റേണ്ട രീതിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നല്ല മണത്തിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എങ്കിലാണ് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് തന്നെ വഴണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തക്കാളി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വഴണ്ടി വരണം. അപ്പോൾ അതും കൂടി ഈ സവാളയും തക്കാളിയൊക്കെ കൂടി നന്നായിട്ട് തന്നെ മിക്സായി വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ ടേസ്റ്റ് കൂടുക. അങ്ങനെ ഇതും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഈ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം.
എപ്പോഴും ഈ ചെട്ടിനാട് ചിക്കൻ കറിയിൽ ഈ മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു പ്രത്യേകതയാണ് കേട്ടോ അവരുടെ കറിയിൽ. അപ്പോൾ അത് മുഴുവനോടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടിയൊന്നും അല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മുഴുവനായിട്ട് തന്നെ ഈ ഒരു കുരുമുളക് ഇങ്ങനെ കറി കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ കുരുമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയും സവോളയും ഇതൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ വഴണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ചിക്കനും ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ വേകാനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഒക്കെ നമ്മൾ ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറ്റിയിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ അരപ്പ് ഈ ഒരു വെള്ളം എന്തായാലും അവിടെ ഉണ്ടാവണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പും കൂടി ഇട്ടിട്ട് ചിക്കനിലേക്ക് അരപ്പ് നന്നായിട്ട് പിടിക്കും വേണം. അപ്പോൾ അത്യാവശ്യം ഒരു വെള്ളം ഇതിലേക്ക് വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അരപ്പിൻ്റെ ചിക്കനിലേക്ക് പിടിക്കുമ്പോഴാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറിയുടെ ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ലോ ഫ്ലെയിം വേണ്ട. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് വീണ്ടും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറിയുടെ മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ വെള്ളമൊക്കെ നമുക്ക് പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. കാരണം ചെട്ടിനാട് ചിക്കൻ കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഗ്രേവിയിലൊക്കെ കുറുകി വരുന്ന ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഇത്രയും മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ലൊരു ഗ്രേവി ആയതുകൊണ്ട് വേറെ ചാറ് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഗ്രേവിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും എന്നൊക്കെ പറയില്ലേ, അതേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.